എല്ലാവർക്കും പല പല സ്വപ്നങ്ങളാണ്, പലവിധ പ്രാർത്ഥനകളാണ്. ബുദ്ധി, യുക്തി, ആരോഗ്യം, ധൈര്യം, സമ്പത്ത്, പ്രതീക്ഷ തുടങ്ങി 1000 സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ ഇത്യാദി കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സമ്പത്താണോ, ബുദ്ധിയാണോ, യുക്തിയാണോ? ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ക്ലാസ് അധ്യാപകൻ ഒരു തന്ത്രം ചെയ്തു. 10 കുട്ടികൾക്ക് 10 പേര് വെച്ചു. ഒരു കുട്ടിക്ക് ബുദ്ധി എന്ന് പേര് വെച്ചു, ഒരു കുട്ടിക്ക് ധൈര്യം എന്ന് പേര് വെച്ചു, സമ്പത്ത്, ഐശ്വര്യം, പ്രതീക്ഷ, ആരോഗ്യം. അങ്ങനെ ഒരു പുഴതീരത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു തോണിയിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കടൽക്ഷോഭം വളരെ രൂക്ഷമായി. അതിൽ എല്ലാവരും പറഞ്ഞു, ഇവിടെ ഏൽപ്പിക്കാൻ നല്ലത് ധൈര്യത്തെയാണ്. അവൻ ധൈര്യസമേതം ഏറ്റെടുത്തു. പക്ഷേ കടൽക്ഷോഭം അവൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം വന്നപ്പോൾ അവൻ കൈവിട്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഏറ്റവും മികച്ചത് അറിവാണ്. അറിവെന്ന് നാമകരണം ചെയ്യപ്പെട്ട കുട്ടിയെ ഏൽപ്പിച്ചു. അവൻ ഗോളശാസ്ത്രമൊക്കെ നന്നായി പഠിച്ചവനാണ്. നക്ഷത്രങ്ങളെക്കുറിച്ച് ദിശകളറിയാൻ പലതും നോക്കി. കാർമേഘമാകെ മൂടിയിരിക്കുന്നു, ഒന്നും തിരിയുന്നില്ല. എൻ്റെ അറിവിൻ്റെ അപ്പുറത്താണ്. സമ്പത്ത് കൊണ്ട് ഞാൻ എവിടെയും രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവിടെ രക്ഷപ്പെടുമെന്ന് ഒരു കണക്കൂട്ടലും എനിക്കില്ല. മാറി മാറി വന്ന് പ്രതീക്ഷ. നാമകരണം ചെയ്യപ്പെട്ട കുട്ടിയുടെ കയ്യിൽ തോണി കൊടുത്തപ്പോൾ അവൻ ഒരിക്കലും അസ്തമിക്കാത്ത, തകരാത്ത ആ വിൽ പവറുമായി, മനക്കരുത്തുമായി, ആ ഡിറ്റർമിനേഷനുമായി അവൻ പ്രതിസന്ധികൾ മറികടന്നു. ഇവിടെയാണ് ഒരു കാര്യം തിരിച്ചറിയേണ്ടത്. ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. പ്രവാചകർ, തിരുദൂതർ മുത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ വചനം, ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കോൺഫിഡൻസാണ്, വിൽ പവറാണ്, ഡിറ്റർമിനേഷനാണ്, മനക്കരുത്തുകളാണ്. തകരാത്ത, തളരാത്ത, പതറാത്ത. ഡിറ്റർമിനേഷൻ, മനക്കരുത്തുണ്ടോ അവർ തളരില്ല, തകരില്ല, എവിടെയും മെച്ചപ്പെടുക തന്നെ ചെയ്യും.